ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? എനിക്കിന്നിവിടെ കുറച്ച് നാടൻ കാന്താരി മുളക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്കൊരു അച്ചാർ തയ്യാറാക്കി നോക്കാം. ഇത് എൻ്റെ വെർഷനാണ്. എല്ലാവരും കാന്താരി മുളക് അച്ചാർ ഇടുന്നത് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഇത് നല്ല ടേസ്റ്റാണ്, കേടാവത്തേ ഇല്ല. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു കടായിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കുക. അത് പൊട്ടി വരുമ്പോൾ നമുക്കിനി വേണ്ടത് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയാണ്. അതോടെ ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒരുവിധം ഒന്ന് മൂത്ത് വരണം. ഒരു ചെറുതായിട്ട് കളറൊക്കെ മാറി അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. കാന്താരി മുളകിന് ഞെടുപ്പൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, അതേപടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാന്താരി മുളക് ചേർത്ത് കഴിയുമ്പം തീ കുറച്ച് വെക്കുക, കാരണം ഇത് എണ്ണയിൽ കിടന്ന് കുറച്ച് പൊട്ടും. അപ്പം നമ്മുടെ കൈയൊക്കെ പൊള്ളും. കൈയൊന്നും പൊള്ളിക്കാതെ ഈ കാന്താരി മുളകൊന്നും കരിഞ്ഞു പോകാതെ നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ശരിക്കും നോക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ അച്ചാറിനൊക്കെ ഒത്തിരി ഉപ്പായി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഈ മുളകിൻ്റെയൊക്കെ അല്പം കളറൊക്കെ ഒന്ന് മാറി വരും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇതിലേക്ക് ഇനി വേറെ എരിവിനായി ഒന്നും ചേർക്കുന്നില്ല, കാരണം കാന്താരി മുളകിന് നല്ല എരിവുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നാരങ്ങ നീരാണ്. ഞാനിവിടെ വിനാഗിരി വളരെ കുറച്ചും നാരങ്ങ നീര് കൂടുതലുമാണ് ചേർക്കുന്നത്. ഇതൊരു 3 വലിയ നാരങ്ങയുടെ നീരുണ്ട്. ഇത് വിനാഗിരി മാത്രം ചേർത്തുണ്ടാക്കുന്നതിനേക്കാളും വളരെയധികം ടേസ്റ്റിയാണ്. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. ഈ നാരങ്ങ നീര് ചേർത്ത് നാരങ്ങ നീര് ലേശം ഒന്ന് വറ്റട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്ക് വിനാഗിരി ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി തിളയ്ക്കണം. ഉപ്പും ഒക്കെ ഈ സമയത്ത് നോക്കുക. എന്നിട്ട് അല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കായപ്പൊടിയും കൂടി ചേർത്ത് അച്ചാറിൻ്റെ ആകമൊത്തം ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു നുള്ളു പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ കടുക് പരിപ്പും ചേർത്ത് കൊടുക്കുക. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈസിലി അവൈലബിൾ ആണ്. ഇതുകൂടെ ചേർത്ത് ഇനി തീ ഓഫ് ചെയ്യാൻ നമുക്ക് ആ ചൂടിൽ തന്നെ കിടന്നാൽ മതി ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പവും വളരെ ടേസ്റ്റിയാണ്. കൊളസ്ട്രോളൊക്കെ ഉള്ളവർ ഇത് ഉറപ്പായിരുന്നു ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം.